ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് ബെഡ്റോക്ക് ലോകമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ബെഡ്റോക്ക് ലോകം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നില്ല. കുറേ പേർക്ക് ബെഡ്റോക്ക് ഇഷ്ടമല്ലല്ലോ, ജാവയല്ല ഇഷ്ടം. അതുകൊണ്ട് അറിയില്ല, ഞാൻ എന്തായാലും അതിടും. എനിക്ക് ഒരു രസമാണ്, എനിക്ക് ബെഡ്റോക്ക് കളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബെഡ്റോക്ക് ബാലൻ ആദ്യമായിട്ട് ബെഡ്റോക്ക് എഡിഷൻ കളിച്ച എപ്പിസോഡായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ്. ഈ ഒരു ഡേർട്ട് ഹൗസ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയായിരുന്നു, ഈ ഒരു വേൾഡിൻ്റെ. പിന്നെ എന്നോട് 2-3 പേര് ചോദിച്ച് എങ്ങനെയാണ് ഈ ഒരു ബെഡ്റോക്ക് എഡിഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന്, ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രീ ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്, പൈസ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ മൈൻക്രാഫ്റ്റിന് നമ്മൾ പൈസ കൊടുക്കില്ല, വേറെ ഗെയിംസിനൊക്കെ അതിന് പൈസ കൊടുക്കാറുണ്ട്. എന്താ വെച്ചാൽ മൈൻക്രാഫ്റ്റ് ഇങ്ങനെ ക്രാക്കഡ് കിട്ടുമല്ലോ, പിന്നെ എന്തിനാ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. സിമ്പിളാണ്. നിങ്ങൾ ആദ്യം മൈൻക്രാഫ്റ്റ് ലോഞ്ചർ കയറ്റിയിട്ട് ഫ്രീ ട്രയൽ കയറ്റുക. അത് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷൻ ഫ്രീ ട്രയൽ ഉണ്ട്, അത് കയറ്റിയിട്ട് ഒരു മോഡുണ്ട്, അത് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, ആ ഒരു മോഡ് കിട്ടും. നിങ്ങളെങ്ങനെയാണ് അതായത് ബെഡ്റോക്ക് എഡിഷൻ ക്രാക്കഡ് എങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടത്, ഫ്രീ ട്രയൽ അൺലോക്ക് ചെയ്യേണ്ടതെന്ന് യൂട്യൂബിൽ അടിച്ചാൽ മതി, അത് കിട്ടേണ്ടതാണ്. എനിക്കങ്ങനെ കിട്ടിയത്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പെട്ടെന്ന് നിർത്തിയോണ്ട് തന്നെ ഇന്ന് ഉണ്ടാക്കാൻ മതി ഞാൻ പറയാം. നമ്മുടെ ആ ക്രെയിൻ ഇല്ലേ, ഇപ്പോൾ അവിടെ ആ ഒരു ഗ്രീൻ ഹൗസിലുകൊണ്ട് ഫുള്ള് കാണില്ല, എന്നാലും കുഴപ്പമില്ല. അവിടെ ഒരു ക്രെയിൻ ഇല്ലേ, ആ ക്രെയിൻ്റെ അടിയിൽ ഞാനൊരു മൈനേരി ആക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പണിയിലോട്ട് തന്നെ നടക്കാം. ഞാൻ പിന്നെ ഷെയ്ഡർ മാറ്റി കിട്ടാം, BSNL മാറ്റിയിട്ട് വീണ്ടും കോംപ്ലിമെൻ്ററി തന്നെ ആക്കിയിട്ടുണ്ട്. കുറച്ച് എപ്പിസോഡ് ഞാൻ BSNL ഇട്ടുന്നേ ഉള്ളൂ, എനിക്ക് കോംപ്ലിമെൻ്ററി ഇഷ്ടം. മഴയും പെയ്യാൻ തുടങ്ങി, കഷ്ടകാലം തന്നെ. ഇനിയിപ്പോൾ ഇതെങ്ങനെ എനിക്ക് ആക്കേണ്ട വെച്ചാൽ ഒരു സ്ക്വയറിലാക്കി എടുക്കണം. ഒരു സ്ക്വയർ ആക്കട്ടെ. ഇവിടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ലാശം ഇങ്ങനെ കിടക്കുന്നുണ്ടാകും, എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. അല്ലെങ്കിൽ എനിക്ക് ഐഡിയ ആയിട്ട് ഇവിടെ മൊത്തം ഞാൻ ഇപ്പോൾ ഗ്രാസ് ഉണ്ടെന്ന് വെച്ചിട്ട് ഫില്ലാക്കും. എന്നിട്ട് ഇതിനെക്കാട്ടിലും ഒരു 2 മടങ്ങ് വലുതിൽ ഞാൻ ഒരു സർക്കിൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആക്കിയാലോ. അത് മതി, അതാണ് ഇച്ചിരി കൂടി നല്ലത്. ഞാൻ കുറച്ചധികം ഗ്രാസ് എടുത്തിട്ട് വേഗം വരാം. ഓക്കെ, ഞാൻ അത് ഇത്ര ഗ്രാസും ഡേട്ടെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇതും ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ മൊത്തം വെച്ച് ഫില്ലാക്കട്ടെ. ഞാൻ വേഗം വരാം. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇങ്ങനെ കേവൊക്കെ ഇരിക്കുന്നത്, ഇതെനിക്കൊന്ന് ഞാൻ പണ്ട് കോബിൾ സ്റ്റോണൊക്കെ മൈൻ ചെയ്യാൻ വന്നതാന്ന് തോന്നുന്നു. ലൈറ്റ് വെച്ചിട്ട് ഇതങ്ങ് മൂടാം, അതായിരിക്കും നല്ലത്. ഫുള്ള് ഫില്ലാക്കാനും നിൽക്കണ്ട. പിന്നെ എൻ്റെ പട്ടി ചെയ്യും. പട്ടീനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തെ, എനിക്ക് ബാലുപ്പട്ടി ഉണ്ട് മറ്റേ വേൾഡിൽ. നിങ്ങൾ കാണാത്തവരാരെങ്കിലും ബെഡ്റോക്ക് എഡിഷൻ്റെ പോയിട്ട് കണ്ടോക്ക്, കുഴപ്പമില്ല, അടിപൊളിയാണ്. അത്രേ ഒന്ന് കിടന്നുറങ്ങട്ടെ. അയ്യോ, ഇടിച്ച് സത്തില്ല. ഇനിയും ഡേട്ട് വെക്കൽ തന്നെ പണി, ഞാൻ വെച്ചിട്ട് വരുന്നേരം. ഇത്ര ഗ്രാസും ഡേട്ടൊന്നും വേണ്ടി വന്നില്ല, അല്ലാണ്ട് തന്നെ ഇതാ ഫുള്ള് ഞാൻ ഫില്ലാക്കിയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ആക്കി വെച്ചേക്കെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കുഴി എടുക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഒന്ന്, ഇവിടെ ഇങ്ങനെ പോവുക. ഇത് സർക്കിളല്ല, എന്തായാലും കുഴപ്പമില്ല. ഞാൻ മൂടി മര്യാദയ്ക്കാക്കാം, മര്യാദയ്ക്ക്, വെറുതെ പൊട്ടത്തരം കാണിക്കണ്ട. ഞാൻ എന്താ ഇവിടെ ഒരു സർക്കിൾ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി പകുതി ഇവിടെയാണുള്ളത്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കാം. ഇതിനൊരു 10 ബ്ലോക്ക് താഴ്ചയിലോട്ട് ഞാൻ ആക്കിയിട്ട് വേഗം വരാം. ഞാൻ 10 ബ്ലോക്ക് താഴത്തോട്ട് കുഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേഗം നിന്ന് പോയിട്ട് കുറച്ച് മരം എടുത്തിട്ട് വരാം. എനിക്ക് പ്രോബ്ലമേ മരമില്ല, അത് കുഴപ്പമില്ല, നമുക്ക് അവിടെ പോയിട്ട് വുഡ് ഫാമിൽ നിന്ന് എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ വേഗം എടുത്തിട്ട് വരാം. ഇവിടെ വന്നപ്പോൾ ബോൺമീലിലാണ് ഏറ്റവും കൂടുതൽ ക്ഷാമം. എന്നാലും ഞാൻ വീണ്ടും നെതറിൽ പോകേണ്ടി വരും. പിന്നെ അന്ന് നെതറിൽ പോയ ബോൺമീലൊക്കെ ഞാൻ അന്ന് തന്നെ ഇതാക്കിയായിരുന്നു തോന്നുന്നല്ലേ, ബോൺമീലാക്കിയായിരുന്നു. പിന്നെ അന്നത്തെ ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇത് അതിനൊക്കെ മുന്നേ കളിച്ച് വെച്ചതായിരുന്നു. ഓക്കെ, ഞാനിനി ഇപ്പം നേരെ തിരിച്ചു പോയിട്ട് ബോൺമീലാക്കട്ടെ. ഈ പോപ്പി വെച്ചിട്ട് ഞാൻ ആദ്യം കുറേ പോപ്പി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ബോൺമീൽ ഇത് മരമാക്കിയത്. അത് വീണ്ടും ഉണ്ടാക്കിയത് സ്റ്റോറേജ് വേൾഡ്. മിക്കവാറൊന്നും കൂടി നെതറിലായിട്ടും പോകേണ്ടി വരും. പിന്നെ ഇതിനത്രയ്ക്ക് കുറേ മരമൊന്നും വേണ്ട, കുറച്ച് മരം മതി, ആ കോർണറിലൊന്ന് വെക്കാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ കുഴപ്പമില്ല. 22 ബോൺമീൽ കിട്ടിയിട്ടുണ്ട്, അധികം മരം വേണ്ടാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലെവറൊന്ന് ഫ്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെടുക്കുക. അയ്യോ, ഇത് കയ്യിൽ പിടിക്കുക, ഇത് അപ്പുറത്തെ കയ്യിലും പിടിക്കുക, ഇവിടെ വരിക, നെക്കിക്കൊണ്ടിരിക്കുക. ഇത് പിന്നെ ഇപ്പോൾ പെട്ടെന്ന് കഴിയും ഈ ഒരു ബോൺമീൽ. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ആക്കാണ്ട് രാത്രി തന്നെ ചെയ്യുന്നത്. ബോൺമീലും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും ഇത് കൊണ്ടുപോയിട്ട് തിരിച്ചു വെക്കാം. അത് കുറച്ച് സ്പ്രൂസിലോട്ട് കിട്ടി. ഇനി ഇത് ഓഫാക്കിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ അന്നത്തെ പോലെ എന്താവും, ക്രാഷ് ആവും. ഗ്രേറ്റ് വൺ സെറ്റ്. ഇത് ഓഫാക്കിയിട്ടുണ്ട്. ഇത് ഓഫാക്കാണ്ട് പോയപ്പോഴാണ് എനിക്കത് പണി കിട്ടിയത്. സാധനം പൊട്ടിപ്പോയായിരുന്നു, ആ ഒരു TNT ഡ്യൂപ്പർ. 26 മരം കിട്ടി, അത് മതിയാവും തോന്നുന്നില്ല, എന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ ഇതിരിക്കട്ടെ. 26 വെച്ച് തികയൂല എന്തായാലും, എന്നാലും കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് ഇത് വെച്ച് നോക്കാം. ഈ അറ്റത്തെ ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിച്ച് മാറ്റണം, കഴിച്ചുതരാം. ഇത് ഫുള്ള് പൊട്ടിച്ച് പറ്റിയിട്ട് ഇതിൻ്റെ മണ്ടയിലോട്ട് ഇത് സ്ട്രിപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ച് കയറി വരണം. അതേപോലെ ഇവിടെ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് പറ്റിയിട്ട് ഇത് റീപ്ലേസ് ചെയ്യണം സ്ട്രിപ്പഡ് വെച്ചിട്ട്. അതും കഴിഞ്ഞ് ഇനി അടുത്തതിലോട്ട് പോവുക. ഇത് ഫുള്ള് ചെയ്യാനുള്ളതല്ല, 5 ഉള്ളൂ ആ കൂടെ.
കുഴപ്പമില്ല. ഇനിയിപ്പോൾ നെതറിലോട്ട് പോയാൽ ഞാൻ നെതർ ഹബ്ബ് കംപ്ലീറ്റ് ആക്കിയായിരുന്നോ എന്തോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ഒരു ബാക്കപ്പ് എടുത്ത് വെച്ചാൽ നോക്കി നോക്കാം. ഇതിനകത്ത് കംപ്ലീറ്റ് ആക്കി വെച്ചായിരുന്നു. അടിക്കുന്നു തന്നെ. ഞാൻ എന്നാൽ താഴെ പോയിട്ട് നോക്കി നോക്കട്ടെ ആ ഒരു ബോൺ ബ്ലോക്ക് കിട്ടുമെന്ന്. താഴെ കൊണ്ട് ചാവലാന്ന് ചത്ത പോലെ. അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ഒന്ന് അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ, ഞാൻ പോയേ. ഇനി ഇവിടെ എവിടെയെങ്കിലൊക്കെ ബോൺ ബ്ലോക്ക് ഉണ്ടാവേണ്ടതാണ്. ഇവിടെ ഉണ്ടാവില്ല, ഇത് സോൾ സാൻഡ് വാലി അല്ലല്ലോ. സോൾ സാൻഡ് വാലിയിൽ ഉണ്ടാവും. അന്ന് ഞാൻ പൊട്ടിച്ച ബോൺ ബ്ലോക്കൊക്കെ ഇവിടെ ഉണ്ടാവേണ്ടതാണ്. കാരണം ഞാൻ അതായത് ഈ ഒരു വേൾഡ് അതിൻ്റെയൊക്കെ ബാക്കിലല്ലേ, ഇത് പാസ്റ്റിലാണല്ലോ ഉള്ളത്, മറ്റേത് പ്രസൻറ്റിലല്ലല്ലോ. മനസ്സിലായില്ലേ? വെറുതെ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ എന്താ ഒരു സ്റ്റാക്കും പിന്നെ 22 ഇതെടുത്തിട്ടുണ്ട് ബോൺമീൽ. ഇനിയിപ്പോൾ തിരിച്ചു പോവാം. ഓക്കെ, തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തം ഒന്ന് അയ്യോ കണ്ടില്ല പറഞ്ഞു വന്ന് ബോൺമീലാക്കാം. അയ്യോ ഇപ്പം തന്നെ നിറഞ്ഞ്. ഇനിയിപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുറച്ചധികം മരമാക്കിയിട്ട് വേഗം വരാം. ഓക്കെ, ഞാനിതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെറുതെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലാക്കാനും പറ്റും. ഓട്ടോമാറ്റിക്കലാണ് ആവുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ ഇങ്ങനെ കൈയൊക്കെ എടുത്തിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ കാണിച്ചു തരാം. എൻ്റെ മൗസിൽ ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ നോക്കിക്കോ. ഞാൻ മൗസിൻ്റെ ഇത് വള്ളി ഊരിട്ടിട്ടുള്ള ഒരു ബ്ലൂടൂത്തിൻ്റെ സംഭവം ഊരിട്ടിട്ടുള്ള നോക്കിക്കോ. കണ്ടാ, ഇപ്പോൾ ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ട് ഇതെന്തായാലും കുറച്ചേരാവട്ടെ. അതുകൊണ്ട് എനിക്കിതാ ഇത്രയും വുഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ FK വെച്ചിട്ട് പോയിട്ട് പിന്നെ ഇപ്പോഴായിരുന്നു ഓർത്ത് കുറേ നേരം നിന്ന് പോയി. പക്ഷെ എന്നാലും ആ ഒരു ബോൺ മില്ലിൽ നിന്നപ്പോൾ അത് നിന്നു കേട്ടോ. അത് ഇത് വർക്കാതെ നിന്നത്. ഓക്കെ, ഇനി നേരെ പറഞ്ഞത് എന്താ ഫോഗൊക്കെ ഇങ്ങനെ മഞ്ഞുള്ള പോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സവാനയിൽ മഴ പെയ്യൂലല്ലോ, അതുകൊണ്ടാണ് അവിടെ ഒരു ഫോഗ് പോലെ. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സ്റ്റാക്ക് ഇതെടുത്തിട്ടുണ്ട്, സ്പ്രൂസ് ലോഗ്. ഇനി ഇതാ ഇവിടെ ഒരെണ്ണിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ എന്താ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യാം, ഫെൻസ് ഗേറ്റ് വെക്കാം. ഓക്കെ, ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഫ്രണ്ട് ഭാഗത്ത് 2 ഫെൻസ് ഗേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കും, ഇങ്ങനെ. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ സൈഡിൽ വന്നിട്ട് ഇവിടെ ഒരു ട്രാപ്പ് ഡോർ, ഇവിടെ ഒരു ട്രാപ്പ് ഡോർ. ഇവിടെ ടാസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഇവിടെ ഒരു ട്രാപ്പ് ഡോർ, ഇവിടെ ഒരു ട്രാപ്പ് ഡോർ. ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ചേക്കാം. എനിക്ക് തുറന്നിടാം. ഓക്കെ, റെഡി. ലേശം ഡീറ്റെയിൽ കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോ ഓറൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെ ഒന്ന്. ഇനിയിപ്പോൾ കൊബിൾ സ്റ്റോൺ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം, സാധനങ്ങളെല്ലാം കൊണ്ടുവരാം. ഓക്കെ, ഫസ്റ്റ് ഈ എമറാൾഡ് ഡോർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വെക്കാം. ഇവിടെ 2 ഇരിക്കട്ടെ, ഇവിടെ 1. ഇനി അടുത്ത് ഈ അയൺ ഓർ, ഇത് നമുക്ക് ഒന്നിവിടെ. ഇനി നമുക്ക് ഈ കൊബിൾ സ്റ്റോൺ എടുത്ത് കുറച്ച് ഈ മതിലൊക്കെ ഒന്ന് മാറ്റിയിടാം. ഓക്കെ, അതങ്ങ് റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് കടന്ന് രാവിലെ ആക്കിയിട്ട് കാണിച്ചു തരാം. റെഡി. ഇതെന്താ ഇവിടെ എന്താ അടി ഇങ്ങോട്ട് വാടാ. അയ്യാ വാടാ. 2നെയും കൊന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇത് കാണാൻ കുഴപ്പമില്ല. ഇത് മതി, ഇങ്ങനെ ചെറിയൊരു മൈൻ ഏരിയ മതി. ഇതാണ് ഞാൻ ആലോചിച്ചതും. ഇപ്പോൾ ചത്തന്. താഴത്തോട്ട് ഇറക്കാൻ ആൾക്കാർ ഇതിനകത്ത് വെച്ചിട്ടായിരുന്നു ഇറക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവിടെ ലാഡറൊന്നും ഞാൻ വെക്കാത്തത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ അതൊന്ന് പൊട്ടിച്ച് കളഞ്ഞേക്കാം. ഓയ്യോ എന്താ അവിടെ അടി. 2ാമത്തെ അടി ചത്തില്ല, 3ാമത്തെ അടി ചത്ത്. യെസ്, ചത്ത്. അടുത്ത എപ്പിസോഡിലോട്ട് ഞാൻ പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ പോവാണ്. അതെ, പുതിയൊരു പ്രൊജക്റ്റ്. എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, ഈ ഒരു ഏരിയയിലല്ലായിരിക്കും അത് വരാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു ഏരിയയിലല്ല അത് വരാൻ പോകുന്നത്, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ടായിട്ടാണ്. ഞാൻ എന്താ കാണിച്ചു തരാം. ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇതാണ് അടുത്ത എപ്പിസോഡിലോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ എവിടെയായിട്ടാണ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഇത് നോക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയ മീൻസ് ആ ഒരു ഫാമുകളെല്ലാം ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കുറച്ച് ബിൽഡിംഗ് ഒക്കെ ആയിട്ട് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളൊരു ഏരിയ. പക്ഷേ മിഡീവൽ ടൈപ്പ് ആയിരിക്കണം, മോഡേൺ ആവരുത്. പക്ഷെ ഇൻഡസ്ട്രിയൽ ഏരിയ പോലെ തോന്നുകയും വേണം. അതാണ് ടാസ്ക്. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ മോഡേൺ ആക്കാം, പക്ഷെ അങ്ങനെ ആക്കിയാൽ ഈ ഒരു വേൾഡിൻ്റെ രസം പോകും. കാരണം ഇതൊക്കെ മിഡീവൽ ആക്കിയിട്ട് അവിടെ മോഡേൺ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു മിക്സ് ആവുമല്ലോ. അത് വേണ്ട. കണ്ടുപിടിച്ച് ഇൻഡസ്ട്രിയൽ ഏരിയ ആകാൻ പോകുന്ന സ്ഥലം ഇതാണ്. അതെ, ഇവിടെ ഞാൻ ഉണ്ടാക്കും. ഇവിടെ ഞാൻ അടുത്ത എപ്പിസോഡിലോട്ട് തുടങ്ങാൻ പോവാണ്. അതാവുമ്പോൾ എനിക്ക് എൻ്റെ ബേസിൻ്റെയൊക്കെ ആ ഒരു ബേസ് ഏരിയൻ്റെ അടുത്തുമാണ്. ഇവിടെ കൂടെ പാത്ത് വേ ഒക്കെ സെറ്റാക്കി സൈഡിൽ ഇങ്ങനെ ലാമ്പൊക്കെ വെച്ച് എനിക്കിപ്പോൾ തന്നെ കുറച്ച് ഐഡിയ കിട്ടുന്നുണ്ട്. ഇവിടെ തന്നെ ഈ ഒരു ഏരിയ മൊത്തം മീൻസ് എല്ലാം അല്ല, ഇത് കാണിച്ചു തരാം.
ഇതാ അവിടം തൊട്ട് ഇതാ ഒരു ഇവിടം വരെയെങ്കിലും ഞാൻ ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇപ്പോൾ ചാവൂല. ഞാൻ പറയാറില്ല നിങ്ങളോട്, നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ അടുത്ത് ഷോർക്കല്ലേ, ഇങ്ങനെ ഷോർക്ക് ഇങ്ങനെ കിടക്കും. കണ്ട് ഞാനിപ്പോൾ എടുക്കട്ടല്ലോ. അതെ അവിടെ കിടക്കുന്നുണ്ട്. എല്ലാം കിട്ടിയില്ലോ അല്ലേ, തിരിച്ച് കിട്ടിയില്ലോ അല്ലേ. മേലെ ഇങ്ങനെ ഷോറൊക്കെ ഉണ്ടല്ലോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സാ നോക്കില്ല, തലമണ്ട ഇടിച്ചു വിളിക്കുന്നത് കേട്ടോ. അയ്യോ എടുത്തിട്ട് എവിടെ ഇനിയും കിട്ടാണ്ടല്ലോ സാധനങ്ങൾ. മരത്തിൻ്റെ വണ്ടയിലാണ് അടിച്ചു നിന്ന്. അതൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കണം. ഇനി ചാവരുത് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം ശരിക്കും ബൈ ബൈ. ഇനി വേറെ സാഹസമൊന്നുമില്ല. അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.